പോകുന്നത് ഷാർജ എമിറേറ്റിലെ കൽബ എന്ന് പറയുന്ന സിറ്റിയിലോട്ടാണ്. അവിടെ കൽബ മാംഗ്രോവും എഫസിയ ലേക്കും കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളീ പോകുന്നത്. പോകാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഈ ഒരു കൽബ മോൾ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് കയറിയിട്ട് ഫുഡ് കോർട്ടിലൊക്കെ പോയി ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് കയറിയതാണ്. സോ നമ്മൾ എവിടേക്കാണ്? കൽബ മാംഗ്രോവിലേക്ക്, മാംഗ്രോവ് സെൻറ്ററിലേക്ക് എൻ്റർ ആവാണ്. ഖോർ കൽബ മാംഗ്രോവ് സെൻറ്റർ. ഫുള്ളാണ് ആൾക്കാർ, പാർക്കിംഗ് ഇല്ലേ. അഡൾട്ടിന് 15 AED അതുപോലെ 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീയും ആണ്. പിന്നെ ടൈമിങ്ങിന് വ്യത്യാസമുണ്ട്. മൺഡേ ഇവിടെ ക്ലോസ്ഡ് ആണ്. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു. 15 dirhams ആണ് പെർ പേഴ്സൺ. നമ്മൾ ബഗ്ഗിൽ കയറി നമ്മൾ മാംഗ്രോവിൻ്റെ അവിടത്തേക്ക് പോവാണ്. വാവ്, വാവ്, നോക്കിയടാ, മാത്രം നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട. വാവ്, സൂപ്പർ. നല്ല ക്ലൈമറ്റും ഇപ്പം അല്ലേ, നല്ല തണുത്ത കാറ്റും ചൂടും മിക്സ് ആയിട്ട് നല്ല രസമുണ്ട്. ഇവിടെയാന്ന് തോന്നണേ ഇതിന്റെ എൻട്രൻസ്. ഇവിടെ എത്തിയെന്ന് തോന്നുന്നു. ഇവിടെ ഇറങ്ങണം. മാംഗ്രോവ് സെന്ററിലെത്തി. My cap. Yeah. Before എങ്ങനെയായിരുന്നു? 2012 ഡ്രാഗൺ ഫ്ലൈ, ബട്ടർഫ്ലൈ, പലതരം ടൈപ്പ് അല്ലേ. സ്കോർപ്പിയോൺ. ഇത് റെസ്റ്റോറന്റ് ആണ്. യെസ്, കളിച്ചോ കളിച്ചോ. ഇതൊരു വേറെ ടൈപ്പ് പാർക്കല്ലേ. ഇവിടെ എന്തൊക്കെയുണ്ട് എന്നുള്ളതാണ് കാണിക്കണേ. റോക്കി ഷോർ ബേർഡ് ഹൈ, മാംഗ്രോവ് ട്രെയിൽ, മാംഗ്രോവ് ബേർഡ് ഹൈസ്, കിങ്ഫിഷർ ഏരിയറി. നിറച്ച് ഫിഷാടാ. കണ്ടില്ലല്ലോ. അത് പേടിച്ചോടെ.
പ്ലേസ് ഇട്ടാ എൻ്റെ പിന്നെ എന്താ ഭംഗി. അവിടെ മാൻഗ്രോവ്സ് നൈസ് അല്ലേ? സഞ്ജു അടിപൊളി വൈബാട്ടോ ഇവിടെ. നൈസ്. ഇപ്പൊ നമ്മൾ പോകാൻ പോകുന്നത് മാംഗ്രോവ് ബേർഡ് ഹൈഡ് വൺ. ഓക്കെ, അതിനകത്തേക്കാണ് പോകാൻ പോകുന്നത്. സോ നമുക്ക് എൻ്റർ ചെയ്തിട്ട് നോക്കാം ഇവിടെ എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ. ഈ ബേർഡ്സിനെ കൂടെ കാണാൻ പറ്റും. കൊണ്ട് ഫോട്ടോ എടുക്കാനാ? ഓക്കെ, ഇവിടെ നിക്ക്, ഇവിടെ നിക്ക്. നൈസ്. തൂങ്ങി അവിടെ വീഴരുതിട്ടാ. ഒടിഞ്ഞങ്ങോട്ട് വീണ് കഴിഞ്ഞാ അവര് വരും ഇപ്പൊ ആൾക്കാര്. ഹായ് ഇച്ചക്കൂട്ട, ഇഷ്ടായ മാംഗ്രോവ്സ്? ബ്യൂട്ടിഫുൾ ആണോ? ബേർഡ്സിനാണ്ടാ? എത്ര ബേർഡ്സിനുണ്ടോ? ഹൗ മെനി ബേർഡ്സിനുണ്ടോ? സോ മെനി ബേർഡ്സിനുണ്ട് ഇച്ചക്കൂട്ട. ഇവിടെ ഫുള്ള് കുറെ ഗ്രൂപ്പ് ഓഫ് ഫിഷുകൾ കണ്ടല്ലോ. അപ്പൊ അതിന്റെ പേരാണ് ഷോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഏകദേശം മാംഗ്രോവിൻ്റെ ഉള്ളിലൊക്കെ പോയി നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. നമ്മൾ 2 സാധനം മിസ് ചെയ്തിട്ടുണ്ട്. അറ്റത്തെ സംഭവം, പിന്നെ ഇത് അവിടെ, അതും കൂടി ഒന്ന് പോവാം നമുക്ക്. അവിടെയും കൂടി ഒന്ന് പോകണം. വാഷ്റൂമാന്ന് വിചാരിച്ചേ, പക്ഷെ ഇതിൽ ഓരോ സംഭവങ്ങളാണ്. വേറെ എന്തോ ഉണ്ട്. കണ്ടില്ലേ മോൻ? കോസ്റ്റൽ ബേർഡ് ഐവറി. ബ്യൂട്ടിഫുൾ. ഇഷ്ടപ്പെട്ട? അയ്യോ വേടാ. ഇവിടെ ഇവിടെ പേടിപ്പിക്ക. ഇതെന്തിന്റെ സ്കള്ള? ടർട്ടിലിന്റെ സ്കള്ളത്. ബ്യൂട്ടിഫുൾ അല്ലേ? മാംഗ്രോവ് ക്രാബ്. മാംഗ്രോവ് ക്രാബിന് മൂവിങ്. തിരിച്ചു പോലെ നമ്മൾ നല്ല അടിപൊളി സമയത്ത് വന്നല്ലേ? നല്ല ലൈറ്റും. പക്ഷെ ഇത് നല്ല അടിപൊളി പെർഫെക്റ്റ് ടൈമാണ്. പിന്നെ ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പ് ടൈമല്ലേ, ഏത് ടൈമിലും നമുക്ക് അതങ്ങനെ എഫക്ട് ചെയ്യുന്നില്ല. നല്ല തണുപ്പ് കാറ്റും ചൂടും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി. ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ റിസോർട്ടും ഉണ്ട് ഇവിടെ.
ബഗ്ഗിൽ നമ്മൾ തിരിച്ചു വേണമല്ലേ. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. ഈ ടൈമൊക്കെ ആയപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 4:30, 4:45 ഒക്കെ ആയി. ഇവിടെ 6:30 വരെ ഉള്ളൂ. പിന്നെ ഒരു 5 മണിക്കൊക്കെ മുന്നേയിട്ട് എന്തായാലും വന്നാലേ ഇവിടെ കാര്യമുള്ളൂ. കാരണം ഇപ്പോഴൊക്കെ ഇതിൻ്റെ ടൈമിൽ പെട്ടെന്ന് ഇരുട്ടാവുമല്ലോ. സോ ബെറ്റർ നമ്മളൊരു 2 മണി 3 മണി ടൈമിലൊക്കെ വരാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഇവിടെ കാണാനും പറ്റും. വലിയ തിരക്കുണ്ടാവില്ല. യെസ്, നമ്മൾ വന്ന ടൈമിൽ വലിയ തിരക്കുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം നല്ല തിരക്കായി ഈ ടൈമിൽ. സോ അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നോക്കുക. സോ യാ, ദാറ്റ്സ് ഇറ്റ്. ഇവിടെ റെസ്റ്റ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. സീറ്റിംഗ് ഒക്കെ നല്ല രസമുണ്ട് കാണാൻ. വീട്ടിലെ ലേക്ക് ആട്ടോ. ബോട്ടിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ. 150 dirhams കണ്ടാണ് ബോട്ടിങ്ങിന് എനിക്ക് തോന്നുന്നു. ഹൈക്കിംഗ് ഉണ്ട് കണ്ട. ഹൈക്കിംഗ് ഉണ്ട്. നമ്മൾ നേരത്തെ പോയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 10 മിനിറ്റ് ടൈമേ ഉള്ളൂ ഈ ഒരു ലേക്കിലോട്ട്. സോ ആക്ച്വലി നമ്മൾ കൽബയ്ക്ക് വരാണെങ്കിൽ ഒരു 1 ഡേ ഫുള്ള് കവർ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മളിപ്പോൾ മുന്നിട്ട് ഹാങ്ങിങ് ഗാർഡൻ ഉണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ മാംഗ്രോവും, അതുപോലെ തന്നെ ലേക്ക്. ഇതൊക്കെ നമുക്ക് വൺ ഡേ കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ ഒരു മോർണിംഗ് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഈവനിങ്ങുള്ള ഇതൊക്കെ കറങ്ങി കണ്ട് തീർക്കാൻ പറ്റും. അടിപൊളി സിറ്റിയാണ് കൽബ. നിങ്ങളിതുവരെ വന്നിട്ടില്ലെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്ത് നോക്കിക്കോളൂ. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു വിന്റർ ടൈമിൽ എന്തായാലും ഇത് വിസിറ്റ് ചെയ്തോളൂ. ഇവിടെ ഇവിടെ ഈ സൈഡിൽ കൂടെ കയറി ഇതിലേ കയറി. ഈ ചക്കൂട്ടിന് മമ്മിയാ എന്ത് പുഷ് ചെയ്യണോ? ഓക്കെ, പുഷ് ചെയ്യാം. ഡാഡി പുഷ് ചെയ്യാം. ഡാഡി പുഷ് ചെയ്യാടാ ചക്കൂട്ടൻ. ചക്കൂട്ടൻ ഹയറാ. ഓക്കെ, ഹയർ. ഓക്കെ ഓക്കെ. ഈ ചക്കൂട്ടാ യെസ്, നമ്മള് ഹാങ്ങിങ് ഗാർഡന്റെ അവിടെ പോയ പോലത്തെ തന്നെ ഒരു നല്ല അടിപൊളി ഒരു പാർക്കാണ് ഇവിടെ അല്ലേ. അൽ ഹഫയ ലേക്ക്, അതാണ് ഈ ഒരു ലേക്കിന്റെ പേര്. നല്ലൊരു അടിപൊളി പാർക്കാണ്. അല്ല, പാർക്കല്ല, ലേക്ക്. ഇവിടെ പാർക്കും ഉണ്ട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി തന്നെ. ജമ്പ് ചെയ്തതാ അങ്ങനെ. സോ 10 dirhams ആണ് പെർ അവർ വരുന്നത്. അങ്ങനെ മൂന്ന് പതുക്കെ പൊങ്ങി വരെയാണ്. പോയിട്ടില്ല, നോക്ക്, സൺ പോയിട്ടില്ല. പ്രതിഭാസം അവിടെ സണ്ണ് താഴ്ന്നു തുടങ്ങി. അപ്പൊ ഇവിടെ മൂന്ന് ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.